അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, സോ മക്കളെല്ലാവരും ഓണം അവധിയൊക്കെ ഫുൾ എൻജോയ് ചെയ്യായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് അവരെല്ലാവരും കളിക്കാനായിരിക്കും മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ദെൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, കമന്റും ചെയ്യാം അല്ലേ, ഇഷ്ടമായോ എന്നുള്ളത്. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. ഇപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കുക, നമുക്ക് ചുറ്റുള്ള പ്രകൃതി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഇപ്പം മഴ പെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, നല്ല വെയിൽ കിട്ടേണ്ടടുത്ത് മഴ പെയ്യല്ലേ. അതിനൊക്കെയുള്ള മെയിൻ റീസൺ ആണ് നമ്മൾ ഈ മരങ്ങളൊക്കെ വെട്ടിക്കളയാന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇവരാണ് അത് മെയിനായിട്ട് ചെയ്യേണ്ടത് അല്ലേ, നിങ്ങളാണ് പുതിയ തലമുറ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതായത് കുഞ്ഞു ചെടികളല്ല, ഈ പൂച്ചെടികളല്ലാതെ മരങ്ങളായിട്ട് നോക്കുക. ഈ തേക്ക്, മാവ്, പ്ലാവ്, ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങളില്ലേ, അതാകുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ വലുതാകുന്നതിന് കൂടെ തന്നെ ഈ മരങ്ങളും നിങ്ങളുടെ ഒപ്പം വലുതാവും. അപ്പം നിങ്ങളിപ്പോൾ ആ മരം നട്ടുപിടിപ്പിച്ച് കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ അത്ര തന്നെ പ്രായത്തിൽ ആ മരം എത്തും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ച് അങ്ങോട്ട് കയറി ചോദിച്ചിട്ട് നമുക്കിങ്ങനെ മരം നട്ടാലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നടുന്ന സമയത്ത് ഒരെണ്ണമായിട്ട് നടാതെ ഒരു 3-4 എണ്ണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് അവിടെ ഇവിടെയൊക്കെ വീടിൻ്റെ വളപ്പിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാര്യമായിരിക്കും. എന്നിട്ട് ഓരോ ദിവസം അതിൻ്റെ കാഴ്ചകൾ പോയി നോക്കുക, എത്ര വളർന്നു, എത്ര വലുതായി എന്നൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് വളരെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങളോട് ഫുൾ ടൈം അത് നോക്കിയിരിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര വെള്ളം ഇപ്പം കിട്ടും, കാരണം നല്ല മഴ പെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വളരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു തംസപ്പ് വരിക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് ഈ ഒരു കാര്യം. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്ന കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആൻസർ ഷീറ്റിൽ വൃത്തിയില്ലാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ കോപ്പി എഴുതാം അല്ലേ, കോപ്പി റൈറ്റിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് 2 വരെ കോപ്പി ഉണ്ട്, അതുപോലെ 4 വരെ കോപ്പി ഉണ്ട്, അതൊക്കെ വരച്ച് എഴുതി നോക്കുക. പിന്നെ അതുപോലെ തന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വിട്ടിട്ട് എഴുതാൻ നോക്കുക, പാരഗ്രാഫ് ആയിട്ട് എഴുതി നോക്കുക. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നല്ല മാർക്ക് അതിലൂടെ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സോ എന്ത് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇവർക്ക് സ്കൂളുകളിലുണ്ടല്ലോ വർക്ക് എക്സ്പീരിയൻസ് പോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്യുക അല്ലേ, നല്ല കളർ പേപ്പേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, അതുപോലെ ക്ലേ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ പോലെ എവിടെയെങ്കിലും ഷെൽഫിലോ നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് അത് അച്ഛനും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തമായിട്ടൊരു ആൽബം ഒക്കെ ഉണ്ടാക്കാം, എന്നിട്ട് പിന്നീട് നിങ്ങൾ നോക്കുമ്പോ നല്ല രസം. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഓണം വെക്കേഷൻ കഴിഞ്ഞ് പോവല്ലോ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്ത് നോക്ക്, നല്ല രസമുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ, കുഞ്ഞു കാര്യങ്ങളല്ല, ഭയങ്കര ക്യൂട്ടും ആയിരിക്കും അല്ലെ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കളർ പെൻസിൽ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരിക്കും, കാരണം ഈ ഒരു പ്രായത്തിൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഒരു സാധനമാണ്. അപ്പൊ ഇതുപോലുള്ള കപ്പൊക്കെ നിങ്ങൾക്ക് കളർ ചെയ്ത് 2 കണ്ണൊക്കെ വരച്ച് സൂപ്പർ ആയിട്ട് ചെയ്യാം അല്ലെ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പേപ്പേഴ്സ് ആണ് അല്ലെ. സ്പൂണായത് സ്പൂൺ വെച്ച് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ടോ നിങ്ങൾ എന്തെങ്കിലും കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. അതൊക്കെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, യെസ്. പിന്നെ ഇനി അടുത്ത കാര്യമാണ് നിങ്ങളുടെ വായനാശീലം നന്നായിട്ട് കൂട്ടാന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ബാലരമയായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ബുക്സ് അല്ലെ, എന്തെങ്കിലും കഥകൾ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുക്ക് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പത്രം എടുത്ത് വായിക്കുക, ന്യൂസ്
ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാം. നല്ല കാര്യമാണ്. അപ്പൊ അതാകുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലൂടെ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വായനാശീലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞാവുന്ന സമയത്ത് ബുക്ക് വായിക്കാൻ അറിയുന്ന ഏറ്റവും നല്ല ഓർമ്മ എന്താണെന്നറിയോ? ചില സമയത്ത് നല്ല മഴ ഉള്ളപ്പോ രാത്രി കരണ്ട് പോകും, എന്നിട്ട് മറ്റേ മണ്ണെണ്ണ വിളക്ക് എന്നൊക്കെ പറയും, പണ്ട് ചിമ്മിണി വിളക്ക്, അത് കത്തിച്ചിട്ട് ബാലരമയ്ക്ക് ഇരുന്ന് വായിക്കുമ്പോ ബാലരമ രസമായിരുന്നു. നമ്മുടെയൊക്കെ ആ ഒരു ഏജിൽ ഏറ്റവും കത്തി നിന്നിരുന്ന സാധനമാണ് ലുട്ടാപ്പി, മായാവി. പിന്നെ അതുപോലെ തന്നെ ചിമ്പനും തുമ്പനും ആൾക്കാരുണ്ട്. അതൊക്കെ ബുക്സ് വായിച്ചത്. ഇപ്പൊ ആലോചിക്കും, മിസ്സുമാർ ഇപ്പൊ വലിയ കുട്ടികളെ, എന്നിട്ടും ഞങ്ങൾക്ക് അത് കുഞ്ഞിൽ ഇങ്ങനത്തെ ബുക്സ് വായിച്ചത് ഭയങ്കര രസമുള്ള ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അത് നല്ല രസമാണ് വായിക്കാനും. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇതൊക്കെ വായിക്കാനും നല്ല രസമല്ല. കുറച്ച് കഥകൾ, കളിക്കുടുക്ക, അതിലാണെങ്കിൽ കുറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെ, ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ അല്ലേ, എന്നിട്ട് ആ ഒരു ദിവസം വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അതിന് വഴി കാണിച്ചു കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ GK കാര്യങ്ങളൊക്കെ കിട്ടും, കുറെ പസിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പദപ്രശ്നം തന്നിട്ട് നമ്മളിങ്ങനെ എഴുതുക, ഫില്ല് ചെയ്യുന്നത്. പിന്നെ ചില സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇതൊക്കെ അയച്ചു കൊടുത്ത പോസ്റ്റ് വഴി അയച്ചു കൊടുത്താൽ നമുക്ക് സമ്മാനമൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ വിത്തൊക്കെ കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടൊക്കെ വിത്തുകളൊക്കെ തരുമായിരുന്നു അതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ബുക്കുകളൊക്കെ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ വായനാശീലം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. ഇത് എപ്പോഴും മിസ് പറയാം, നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ വെറുതെ കളിച്ച് നടന്നല്ലോ എന്ന് ആലോചിച്ച് പിന്നെ റിഗ്രറ്റ് അടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, സോ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും മാക്സിമം അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുക. എന്തായാലും എൻജോയ് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ ഇത്രയും എക്സാമിനൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന് പഠിച്ചതാണ്, ലൈവ് കണ്ടതാണ്, വീഡിയോസ് കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെ അധികം യൂസ് ചെയ്യാതെ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. ഫോണ് ഇപ്പൊ നിങ്ങളൊരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 40 മിനിറ്റ്സോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും അതിൽ തന്നെ ഇരിക്കാതെ പുറത്തൊക്കെ പോയി കളിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് പിന്നീട് നല്ല നല്ല മൊമെന്റ്സ് ആയിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റുക. അല്ലാതെ ഫോണിൽ കളിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ടെമ്പററി ആണ്. കുറച്ച് കാലം നമുക്ക് വലിയ അങ്ങനെ ആലോചിച്ചിരിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. ആ ഒരു കുറച്ചു നേരം നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ കിട്ടും, നല്ല രസമായിട്ട് കഥ പറയാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പാരൻസിനോട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അതും കമന്റ്സിൽ പറയാം അല്ലേ, അതും കമന്റ്സിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, യെസ്. അപ്പോൾ ലവ് യു ഓൾ.